ഓക്കെ, സോ ഈയിടെ നമ്മളിൽ ഒരുപാട് പേര് പുതിയ ഫോൺസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണമാണ് ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ. അത് ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോർസ് ആയാലും എല്ലായിടത്തും ചറവറ ഓഫേഴ്സാണ്. നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച്, EMI എല്ലാം വരുന്നുണ്ട്. ഇതിനെ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാനലിൽ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പുത്തൻ ഫോൺ വാങ്ങി നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പം എന്തൊക്കെ സെറ്റിങ്സ് ആണ് എനേബിൾ ചെയ്യേണ്ടത്, എന്തൊക്കെ സെറ്റിങ്സ് ഡിസേബിൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ എടുത്ത് കളയണം, അതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വളരെ ബേസിക്കും വളരെ സിമ്പിളായ ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളൊരു ടെക്കി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടെക് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഫോണുകൾ മാറി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമായിരിക്കും. പക്ഷേ സ്റ്റിൽ വീഡിയോ കാണുക, അവസാനം വരെ കാണുക, എന്നിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. നിങ്ങളൊരു പുത്തൻ ഫോൺ ഫസ്റ്റ് ടൈം സ്വിച്ച് ഓൺ ചെയ്യുമ്പം അവിടെ ഒരു സെറ്റപ്പ് പ്രോസസ്സ് ഉണ്ട്. സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ സെറ്റപ്പ് പ്രോസസ്സ് എന്ന് പറയാറുണ്ട്. അതിൽ വെൽക്കം ഒക്കെ എഴുതി കാണിക്കും, പിന്നെ അതിൻ്റെ ബ്രാൻഡിൻ്റെ ലോഗോ ഒക്കെ എഴുതി വരും. എന്നിട്ട് നിങ്ങളോട് ഒരു ലോഗിൻ ചെയ്യാൻ പറയും മിക്കവാറും. എന്തായാലും ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ആയിരിക്കും. ഞാനിതിൽ ഈ വീഡിയോയിൽ മെയിൻലി ആൻഡ്രോയിഡ് ഫോൺസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ അതൊരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഗൂഗിളിൻ്റെ ഒരു ലോഗിൻ ചോദിക്കുക വരും. നമ്മൾ പലപ്പോഴും അത് സ്കിപ്പ് ചെയ്യും. അല്ലെ, പെട്ടെന്ന് ഈ ഫോൺ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങണം, ഗെയിംസൊക്കെ കളിക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യും. നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച്, നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഓൾറെഡി ഉണ്ടെങ്കിൽ അത് വെച്ച് ലോഗിൻ ചെയ്യുക. ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കും. നിർബന്ധമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് വെച്ച് ലോഗിൻ ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഈ ഗൂഗിൾ അക്കൗണ്ട് വേറെയാണോ ജിമെയിൽ അക്കൗണ്ട് വേറെയാണോ? എല്ലാം ഒരൊറ്റ അക്കൗണ്ടാണ്. ഗൂഗിളിൽ സിംഗിൾ അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ എല്ലാ സർവീസസ് ആക്സസ് ചെയ്യാൻ കഴിയും. അത് ജിമെയിൽ ആയാലും ഗൂഗിൾ ഡ്രൈവ് ആയാലും കാലണ്ടർ ആയാലും ഇതെല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ അക്കൗണ്ട് വെച്ച് ആക്സസ് ചെയ്യാൻ കഴിയും. ആ ഒരു അക്കൗണ്ടാണ് ഞാൻ പറയുന്നത് ഉണ്ടാക്കണമെന്ന്. കാരണം അത് ഉണ്ടാക്കിയാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഒരു ഫോണിൽ ഓൾറെഡി ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് ഞാനിപ്പോൾ പറഞ്ഞ ഒരുപാട് ആപ്പുകൾ വരും. ആ ആപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആയിക്കോളും. സോ പ്ലേ സ്റ്റോർ ആണെങ്കിലും പ്ലേ സർവീസസ്, പിന്നെ ഞാൻ പറഞ്ഞ ജിമെയിൽ, ഇതൊക്കെ ഇതിലേക്ക്, പിന്നെ ഗൂഗിൾ ഡ്രൈവ്, ഇതിലേക്കൊക്കെ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ചെയ്യും. നിങ്ങൾ ഈ ഒരു ലോഗിൻ പ്രോസസ്സ് ഇനീഷ്യലി സ്കിപ്പ് ചെയ്താലും പിന്നീട് ഗൂഗിളിൻ്റെ വേറെ ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ജിമെയിൽ ആയാലും ഗൂഗിൾ ഡ്രൈവ് ആയിക്കോട്ടെ, ഗൂഗിൾ മാപ്സ്, ഗൂഗിൾ കാലണ്ടർ, ഇതൊക്കെ ആക്സസ് ചെയ്യാൻ നോക്കിയാൽ അപ്പോൾ ഗൂഗിൾ നിങ്ങളോട് എന്തായാലും പറയും ലോഗിൻ ചെയ്യാൻ വേണ്ടി. സോ ഇനീഷ്യലി തന്നെ ഉണ്ടാക്കുന്നതാണ് ബെറ്റർ. അതല്ല, ഒരുപാട് പേര് എങ്ങനെയെങ്കിലും ഒന്ന് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് മറക്കും, പിന്നെ പാസ്വേഡ് എല്ലാം മറക്കും, പിന്നീട് ബുദ്ധിമുട്ടാവും. സോ നിങ്ങളുടെ ഈ ഒരു പ്രൈമറി അക്കൗണ്ട് വെച്ച്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അക്കൗണ്ട് വെച്ച് വേണം ലോഗിൻ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഒരിക്കലും അതിൻ്റെ പാസ്വേഡും ഇമെയിലും എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് ഈ മറവിയുടെ സംഭവം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. പക്ഷേ എന്തായാലും അത് ബൈ ഹാർട്ട് അല്ലെങ്കിൽ അത് ഓർമ്മയിൽ ഇരിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ മെൻഷൻ ചെയ്തതുപോലെ നിങ്ങൾ ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്താൽ ഗൂഗിളിൻ്റെ ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും ഓട്ടോമാറ്റിക്കലി ലോഗ്ഡ് ഇൻ ആവും, ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യാൻ കഴിയും. അതുമാത്രമല്ല വേറെ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്, അത് ഞാൻ പറയുന്നുണ്ട് മറ്റൊരു പോയിന്റിൽ. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് ആണ് പാസ്വേഡ് സെക്യൂരിറ്റി. ഫോണിൻ്റെ സ്റ്റാർട്ടപ്പ് പ്രോസസ്സിൽ ഗൂഗിളിൻ്റെ അക്കൗണ്ടൊക്കെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു സംഭവമാണ് സെക്യൂരിറ്റി. അല്ലേ, അതിൽ 3 സംഭവങ്ങളും നിങ്ങൾക്ക് ഇടാൻ പറ്റും. പ്രൈമറി ഒരു പാസ്വേഡായിട്ട് 3 സംഭവങ്ങളാണ് ഇടാൻ പറ്റുന്നത്. ഫസ്റ്റ് ആണ് നോർമൽ പിൻ, അല്ലെങ്കിൽ പാസ്വേഡ്, അല്ലെങ്കിൽ പാറ്റേൺ. ഞാൻ ഫേസ് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, അത് പിന്നീടാണ് വരുന്നത്. ഇതൊക്കെ സെറ്റപ്പ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നിങ്ങളൊരു മെയിൻ പാസ്വേഡ് സെറ്റ് ചെയ്യണം. അതാണ് ഒന്നെങ്കിൽ പാസ്വേഡ്, അല്ലെങ്കിൽ പിൻ, അല്ലെങ്കിൽ പാറ്റേൺ ആണ്. ഇതിൽ ഏറ്റവും എഫിഷ്യൻറ്റും ഏറ്റവും സെക്യൂറായ സംഭവമാണ് പാസ്വേഡ്. കാരണം പാസ്വേഡിൽ നിങ്ങൾക്ക് 2 നമ്പേഴ്സും യൂസ് ചെയ്യാൻ പറ്റും, ആൽഫബറ്റും യൂസ് ചെയ്യാൻ പറ്റും. സോ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയ, ബാക്കി ആർക്കും ഇങ്ങനെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പാസ്വേഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നാണെങ്കിൽ നമ്പേഴ്സ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നോർമലി 4 ഡിജിറ്റ് അല്ലെങ്കിൽ 6 ഡിജിറ്റ് ആയിരിക്കും, പിന്നായിരിക്കും. അതല്ല, തേർഡ് ഓപ്ഷനാണ് പാറ്റേൺ. പാറ്റേൺ നല്ലതാണ്, പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യും, ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സിമ്പിൾ ഒരു PO, TO, സ്റ്റാറോ, അതൊക്കെയാണ് കോമൺ പാറ്റേൺസ്. സോ ബാക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഒരാൾ ഇരിപ്പുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അയാൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുമ്പം പെട്ടെന്ന് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ പാറ്റേൺ. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പാറ്റേൺ ഫസ്റ്റ് സെറ്റ് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞ് അതങ്ങ് മറക്കും. ആ പ്രശ്നം ഒരുപാട് പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ പാസ്വേഡ് സെറ്റ് ചെയ്യുക. കാരണം ഈ സംഭവം പിൻ, പാസ്വേഡ് അല്ലെങ്കിൽ പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഫേസ് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീച്ചറാണ്.
സ്പെഷ്യലി ഈ 2D ഫേസ് ഐ ഡി ഒക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫോട്ടോ ഒക്കെ വെച്ച് ക്രാക്ക് ചെയ്തിട്ടുണ്ട് ആളുകൾ. മൂന്നാമത്തെ സെറ്റിംഗ് ആണ് സിങ്ക് എപ്പോഴും ഓൺ ചെയ്ത് വെക്കണം. സിങ്ക് എന്ന് പറയുമ്പോൾ SYNC സിങ്ക് ആണ്, അല്ലെ മറ്റേ സിങ്ക് അല്ല. സിങ്ക് എപ്പോഴും ഓൺ ചെയ്ത് വെക്കണം. അതിൻ്റെ അർത്ഥമാണ് നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പം അത് നിങ്ങളുടെ ഫോണിൽ മാത്രമല്ല ലോഗിൻ ആവുന്നത്, ആ ഒരു ഗൂഗിൾ അക്കൗണ്ടും പിന്നെ ഗൂഗിളിൻ്റെ സെർവർ തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട്. സോ നിങ്ങൾ അതിൽ നിങ്ങളുടെ ഫോണിൽ സ്റ്റോർ ചെയ്യുന്ന എല്ലാ ഇൻഫോർമേഷൻ, സ്പെഷ്യലി കോൺടാക്ട്സ്, നിങ്ങൾ ആപ്പുകൾ ബാക്കപ്പ് എടുത്തില്ലെങ്കിലും ഫോട്ടോ എടുത്തില്ലെങ്കിലും കോൺടാക്ട്സ് നിർബന്ധമായിട്ട് ബാക്കപ്പ് അല്ലെങ്കിൽ സിങ്ക് ചെയ്യണം. നിങ്ങളുടെ ഫോണിലല്ല ആ ഒരു കോൺടാക്റ്റ് സേവ് ആയിരിക്കുന്നത്, ആ കോൺടാക്റ്റ് സേവ് ആയിരിക്കുന്നത് ഗൂഗിളിൻ്റെ സെർവറിലാണ്. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഫോണിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി കോൺടാക്ട്സ് എല്ലാം പോകും. സോ അതൊരു സേഫാണ്, ഒരു സേഫ്റ്റി മെഷറാണ്. സോ നിങ്ങൾ ആ ഒരു സെയിം എക്സാക്ട്ലി അതേ ലോഗിൻ പാസ്വേഡ്, അതേ ഇമെയിൽ പാസ്വേഡ് വെച്ച് നിങ്ങൾ മറ്റൊരു ഫോണിൽ ലോഗിൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ഫോണിലേക്കും ആ ഒരു കോൺടാക്റ്റ് ഓട്ടോമാറ്റിക്കലി സിങ്ക് ആയിട്ട് നിങ്ങൾക്ക് അതിവിടെ കാണാൻ പറ്റും. സോ ഇത് നിങ്ങളൊരു ഫോണിൽ നിന്ന് മറ്റേ ഫോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന്. അതാണ് ഈ അഡ്വാൻറ്റേജ്. സോ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്ത് വെച്ചാൽ, അതും പ്രൈമറി അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് സിങ്ക് ചെയ്യാൻ പറ്റും. കോൺടാക്ട്സ് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പും പിന്നെ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഇതൊക്കെ ഗൂഗിൾ ഡ്രൈവിലും ബാക്കപ്പ് ചെയ്യാൻ കഴിയും. സോ ഗൂഗിൾ ഡ്രൈവിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്താൽ ഇതൊക്കെ ഗൂഗിൾ ഡ്രൈവ് ചിലപ്പോഴൊക്കെ എല്ലാ ഫോൺസിലും വരണമെന്നില്ല, ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ ഗൂഗിൾ ഡ്രൈവിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്താൽ അവിടെ ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ട്. ആ ബാക്കപ്പ് ഓപ്ഷൻ ഓൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പുതിയ ഏതെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഫോട്ടോ വരുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും. സോ നിങ്ങൾ എല്ലാ ഫോട്ടോസും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങളുടെ അറിയാതെ എന്തെങ്കിലും ദുർഭാഗ്യവശാൽ നിങ്ങളുടെ ഫോൺ ഡാമേജ് ആയി പോയാൽ അല്ലെങ്കിൽ കളഞ്ഞു പോയാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഫോട്ടോസും വീഡിയോസൊക്കെ സെക്യൂർ ആണ്, എങ്ങും പോയിട്ടില്ല. നാലാമത്തെ സെറ്റിങ്സ് ആണ് ശല്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസും ആഡ്സും ബ്ലോട്ട്വെയർസും ഡിസേബിൾ ചെയ്യുക അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. മെയിൻ സംഭവം ബ്ലോട്ട്വെയർസ് ആണ്. സ്പെഷ്യലി ടിക്ടോക്ക് പോയതിന് ശേഷം ഒരുപാട് ആപ്പുകൾ, ഇങ്ങനെ വീഡിയോ ആപ്പുകൾ വരുന്നുണ്ട്, ഷോർട്ട് വീഡിയോ ആപ്പുകൾ. അത് മെയിൻലി സാംസങ് ഫോൺസിലും ഷോമി ഫോൺസിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇഷ്ടംപോലെ ബ്ലോട്ട്വെയർസ് ആക്കി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ ബബിൾ ഷൂട്ടറും പിന്നെ സ്പേസ് കില്ലറും എന്ന് പറഞ്ഞ കുറേ ഒരുപാട് ആപ്പുകൾ ഇങ്ങനെ കുത്തി നിറച്ചാണ് തരുന്നത്. അതിനേക്കാളും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ തരുന്ന ബ്ലോട്ട്വെയർസിൽ നിന്ന് ഓൾമോസ്റ്റ് 99% ബ്ലോട്ട്വെയർസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും യൂസ് ചെയ്യില്ല. നമ്മളിൽ പലരും ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാറില്ല. സോ അതങ്ങനെ അവിടെ കിടന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വെറുതെ സ്റ്റോറേജ് സ്പേസ് പോകുന്നുണ്ട്. എന്നിട്ട് ഡേറ്റ യൂസ് ചെയ്യും, നമ്മൾ പോലും അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്ത ഡേറ്റ യൂസ് ചെയ്യും. മൂന്നാമത്തെ സംഭവമാണ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ എറിഞ്ഞ് തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ മിക്ക എല്ലാം ബ്ലോട്ട്വെയർസ് ആണെങ്കിൽ ഏത് ആപ്പ് ആയിക്കോട്ടെ മിനിമം ഒരു 3 നോട്ടിഫിക്കേഷൻ എങ്കിലും വരും, അത് ഉറപ്പാണ്. അത് ഫേസ്ബുക്ക് ആയാലും പിന്നെ വാട്സാപ്പ് ആണെങ്കിലും എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്ക് ആണെങ്കിലും മറ്റേത് ആപ്പ് ആയാലും മിനിമം ഒരു 3 നോട്ടിഫിക്കേഷൻ എന്തായാലും അയക്കും. നമ്മളത് യൂസ് ചെയ്തില്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്യാത്തത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ നമ്മളെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. സോ ഈ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്താൽ കുറച്ചുകൂടെ മനസമാധാനം കിട്ടും. അത് ഓഫ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്, ഏതൊക്കെ ആപ്പിൽ കയറി വേണം ഓഫ് ചെയ്യാൻ വേണ്ടി. കാരണം ഏതൊക്കെ ആപ്പിലേക്കാണ് എവിടെ കയറേണ്ടതെന്ന് അറിയില്ല. അതിനുവേണ്ടി വളരെ സിമ്പിൾ സംഭവമാണ്. എപ്പോഴെങ്കിലും നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ, നമ്മുടെ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് ഉണ്ടല്ലോ, അവിടെയാണ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നത്. ആ നോട്ടിഫിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകിൽ മോർ എന്ന ഓപ്ഷൻ വരും, അല്ലെങ്കിൽ ഒരു സെറ്റിങ്സിൻ്റെ സിമ്പൽ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ആപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോകും. അവിടെ പോയിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻസും ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ നോട്ടിഫിക്കേഷൻ മാത്രം എനേബിൾ ചെയ്ത് ബാക്കിയെല്ലാം ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മിക്കവാറും എല്ലാം ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബ്ലോട്ട്വെയർസ് എടുത്ത് കളയുക. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് തേർഡാണ് ആഡുകൾ. ഇപ്പം ഒരുപാട് ഫോൺസിൽ, ഇപ്പോൾ ഷോമി ഫോൺസിലും റിയൽമി അത്രയില്ല, ഷോമി ഫോൺസിൽ ആഡുകൾ ഇപ്പോഴും വരുന്നുണ്ട്, എസ്പെഷ്യലി ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. സോ ആ ആഡുകൾ ഡിസേബിൾ ചെയ്യുക. ഈ ഷോമി ഫോൺസിന് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ആവശ്യമില്ലാത്ത ബ്ലോട്ട്വെയർസും പിന്നെ ഷോമിയുടെ സൈഡിൽ നിന്ന് വരുന്ന ബ്ലോട്ട്വെയർസും അതും എടുത്ത് കളയാം. ഈ ഒരു മീ വീഡിയോ, മീ പേ, മീന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവമുണ്ട്, അതൊക്കെ എടുത്ത് കളയാൻ പറ്റും. പിന്നീട് ആഡും ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ട് തരാം. നിങ്ങൾക്കൊരു ഷോമി ഫോൺ ആണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ബ്ലോട്ട്വെയർസ് ഒക്കെ എടുത്ത് കളയേണ്ടത്. ഫിഫ്ത്ത് സെറ്റിംഗ് ആണ് വൈഫൈ കോളിംഗ്, അല്ലെങ്കിൽ വൈഫൈ, അല്ലെങ്കിൽ വോയിസ് ഓവർ വൈഫൈ കോളിംഗ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിക്ക എല്ലാ ഫോൺസിനും വരുന്നുണ്ട്. അത് ബഡ്ജറ്റ് ആയാലും മിഡ് റേഞ്ച് ആയാലും ഫ്ലാഗ്ഷിപ്പ് ആയാലും എല്ലാ ഫോൺസിനും വരുന്നുണ്ട് വൈഫൈ ഫീച്ചർ. നല്ലൊരു ഫീച്ചറാണ്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ
വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നല്ലൊരു വൈഫൈ കണക്ഷൻ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് മൊബൈൽ നെറ്റ്വർക്ക് കിട്ടാറില്ല ഒരിക്കലും. മിക്കവാറും ബേസ്മെൻറ്റിലൊക്കെ ആയിരിക്കും, ബേസ്മെൻറ്റിലൊക്കെ ഉൾപ്രദേശങ്ങളിൽ നിങ്ങൾക്ക് വയർഡ് വൈഫൈ കണക്ഷൻ കാണുമായിരിക്കും, പക്ഷേ ഈ ഒരു മൊബൈൽ നെറ്റ്വർക്ക് കിട്ടത്തില്ല. അതിനു വേണ്ടിയാണ് ഈ വോ വൈഫൈ ഫീച്ചർ. അപ്പോൾ നിങ്ങൾ വൈഫൈയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു വോ വൈഫൈ ഫീച്ചർ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോളുകൾ പോകുന്നത് വൈഫൈ വഴിയാണ്. പക്ഷേ നോർമലി എല്ലാ സ്മാർട്ട് ഫോൺസിലും ഇത് ബൈ ഡിഫോൾട്ട് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇത് എനേബിൾ ചെയ്യണം. അത് എനേബിൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കണക്ഷൻസിലോ നെറ്റ്വർക്ക് സെറ്റിംഗ്സിലോ അല്ലെങ്കിൽ സിമ്മിൻ്റെ സെറ്റിംഗ്സിൽ കയറി അവിടെ വോ വൈഫൈ എന്ന ഫീച്ചർ കാണും. ആ വോ വൈഫൈ ഫീച്ചർ എനേബിൾ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് എവിടെയെങ്കിലും നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ, അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ വൈഫൈയിലൂടെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഫൈനലി ഒരു ബോണസ് ടിപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം IMEI നമ്പർ ഉണ്ടല്ലേ. ഇപ്പം ഈ ലോകത്തുള്ള എല്ലാ ഫോൺസിലും ലീഗലി എല്ലാ ഫോൺസിലും ഒരു യുണീക്ക് IMEI നമ്പർ കാണും. ഈ നമ്പർ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഈ നമ്പർ ആക്സസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഡയലർ എടുക്കുക, എന്നിട്ട് *#06# എന്ന് ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിൻ്റെ IMEI നമ്പർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു സെറ്റിംഗ്സ് ആണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു IMEI നമ്പറിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഒരു ഫോട്ടോ എവിടെയെങ്കിലും ഗൂഗിൾ ഡ്രൈവിൽ ഷെയർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക, എന്നിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. കാരണം നിങ്ങളുടെ ഫോൺ കളഞ്ഞു പോയാൽ ഈ ഒരു നമ്പർ ആയിരിക്കും പോലീസ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. കാരണം ആ ഫോൺ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ആ ഫോൺ IMEI നമ്പർ ഉണ്ടെങ്കിൽ ആ ഫോൺ നിങ്ങൾക്ക് അല്ലെങ്കിൽ പോലീസിന് ആ ഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ എപ്പോഴും ഓർക്കുക ഈ ഒരു IMEI നമ്പർ. നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എവിടെയെങ്കിലും ബസ്സിലോ ട്രെയിനിലോ വെച്ച് മറന്നു പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ IMEI നമ്പർ എപ്പോഴും എവിടെയെങ്കിലും പ്രത്യേകം സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇതായിരുന്നു ചില സിമ്പിൾ പക്ഷേ പവർഫുൾ, സിമ്പിൾ ആൻഡ് പവർഫുൾ, പക്ഷേ നോർമൽ ബേസിക് നോളജ് ആയിരുന്നു. ഒരു ഫോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സെറ്റിങ്സ് ആണ് നോക്കേണ്ടത്. ഇനി ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്, നമുക്ക് അതെല്ലാം വേറെ മറ്റേതെങ്കിലും വീഡിയോസിൽ കാണാം. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങളുടെ റിക്വസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിലും എഴുതി അറിയിക്കാം. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.